അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് സോഷ്യൽ മീഡിയ എവിടെ എടുത്തു നോക്കിയാലും അവിടെ കാണുന്നത് കേരള സ്റ്റോറി എന്നുള്ള ആ മൂവിയെ കുറിച്ചാണ്. ഒരാളും അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും ആ മൂവിയെ എടുത്ത് ചവറ്റുകൊട്ടയിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഒരുപാട് ട്രോളുകൾ, അതായത് മുസ്ലിമും അതുപോലെ തന്നെ മറ്റു മതവിശ്വാസികളും പരസ്പരം സഹോദരന്മാരെ പോലെ കാണുന്ന എല്ലാ യഥാർത്ഥമായതും അതുപോലെ തന്നെ റീൽസിന് വേണ്ടി ഉണ്ടാക്കിയതും ഒക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അങ്ങനെയാണ് ഈ മൂവി ഉണ്ടാക്കാൻ തന്നെ കാരണം. നമ്മുടെ ഈ ഒത്തൊരുമ, നമ്മുടെ ഈ സാഹോദര്യം അത് തകർത്ത് കളയുക, അതില് കണ്ണുകടിയുള്ള ആളുകളാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ കേരളത്തിൽ എന്താണ് നേട്ടം? ഒരു നേട്ടവുമില്ല. അവർക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തെക്കുറിച്ച് ഇങ്ങനെയാണ് എന്നൊരു ഭാവന ഉണ്ടാക്കി കൊടുക്കുക, അതാണ് അവർ അതിലൂടെ ശ്രമിക്കുന്നുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ കേരളം എന്താണ്? ഓരോ മതവിശ്വാസിയും മതവും രാഷ്ട്രീയവും വർണ്ണവും വർഗവും ദേശവും ഭാഷയും നോക്കാതെ എല്ലാവരെയും പരസ്പരം ചേർത്ത് പിടിക്കുന്ന ആളുകളാണ് കേരളക്കാർ. അതൊക്കെ നമ്മൾ ഒരുപാട് റിയൽ ലൈഫിൽ കണ്ടതാണ്. ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ, ദുരന്തങ്ങൾ വരുമ്പോ ഒക്കെ നമ്മൾ എത്ര കണ്ടതാ. ഉരുൾപൊട്ടലായാലും അതുപോലെ തന്നെ പ്രളയങ്ങളായാലും കൊറോണ ടൈമിലായാലും ഒക്കെ പരസ്പരം സഹോദരങ്ങളായിട്ട് കഴിയുന്നത് നമ്മൾ നമ്മുടെ റിയൽ ലൈഫിൽ കണ്ടതാണ്. ഇതിനെക്കുറിച്ച് ഇത് ഇങ്ങനെയല്ല, നമ്മുടെ കേരളം ഇങ്ങനെയല്ല എന്ന് കാണിച്ചുകൊണ്ട് ഒരുപാട് റീൽസുകൾ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഒരു റീല് അത് എന്നെ വല്ലാതെ ഹാർട്ട് ടച്ചിങ് ചെയ്തു. ആ ഒരു ക്ലൈമറ്റും അവർ ചെയ്ത ആ ഒരു വീഡിയോയും അത് കണ്ടപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇത് ആരാണ് ഇതിൽ അഭിനയിച്ചതെന്നോ അവരാരാണെന്നോ ഒന്നും എനിക്കറിയില്ല. ഒരാള് മുസ്ലിമായിട്ടും മറ്റു രണ്ടുപേര് ഹിന്ദു സുഹൃത്തുക്കളായിട്ടാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. ഏതായാലും നമ്മളൊന്ന് കണ്ടു നോക്കാം. ചോറ്റാനിക്കരയിൽ അമ്പലത്തിലെ പാട്ടാക്കി പെട്രോൾ വരുന്നതാ, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇവിടെ അടുത്താണെങ്കിലും പെട്രോൾ പമ്പുണ്ടോ? ഇവിടെ അടുത്തൊന്നും പമ്പില്ല കേട്ടോ. പിന്നെ കുറച്ചപ്പുറത്ത് വീട്ടിൽ ബ്ലാക്കിൽ കൊടുക്കേണ്ടത് അല്ലേ? അവിടെ ഉണ്ടെങ്കിലേ നമുക്ക് കൊണ്ടുതരാം. ഹലോ, വലൈക്കും സ്ലാം. ഇല്ലടി, ഞാൻ എത്തൂല, വീട്ടിലെത്തൂല. ഞാൻ വണ്ടിൻ്റെ പെട്രോൾ വരുന്നൊരു വഴിയിലാണല്ലേ. ഇല്ല, നോമ്പുറക്കുന്ന സമയത്ത് എത്തൂല. ഞാൻ നോക്കട്ടെ, ഞാൻ പള്ളിയും കണ്ടെങ്കിൽ പള്ളിയിൽ നോമ്പുറന്നിട്ടങ്ങ് വരാം കേട്ടോ. ശരി ശരി. ആ പെട്രോൾ കേട്ടോ. വലിയ ഉപകാരം. അല്ല, നിങ്ങൾക്ക് നോമ്പില്ലേ? ആ, നോമ്പുണ്ട്. ഇവിടെ അടുത്താണെങ്കിൽ പള്ളി ഉണ്ടാവില്ലേ? ഇവിടെ അടുത്തൊന്നും പള്ളിയില്ല കേട്ടോ. തൽക്കാലം നോമ്പ് തുറക്കുന്ന സാധനം നമ്മൾ ഞാനുണ്ട്, കണ്ണ് നിറഞ്ഞു പോയില്ലേ? അതാണ് സാഹോദര്യം, അതാണ് കേരളം. ഇവിടെ ഏതൊരു മതവും തമ്മിൽ തല്ലാൻ പറയുന്നില്ല, സാഹോദര്യമല്ലാതെ പറയുന്നില്ല. ഖുർആനിലാണെങ്കിലും ഹദീസിലാണെങ്കിലും അതുപോലെ തന്നെ ഭഗവത്ഗീതയിലാണെങ്കിലും രാമായണത്തിലാണെങ്കിലും അതുപോലെ തന്നെ ബൈബിളിലാണെങ്കിലും ഒന്നും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറയുന്നില്ല. ഇവിടെ പറയുന്നത് തന്നെ മറ്റുള്ള ആളുകളെ സ്വന്തം സഹോദരനായിട്ട് കാണണം എന്നുള്ളതാണ്. അക്രിം ജാറക വലൗകാന കാഫിറ, നിന്റെ അയൽവാസി ഒരു അമുസ്ലിമായ മനുഷ്യനാണെങ്കിൽ പോലും അവരെ നീ ബഹുമാനിക്കണം എന്ന് ഇസ്ലാം പറയുമ്പോ, തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ എന്നിൽപ്പെട്ടവനല്ല, അവിടെ മുസ്ലിമാണോന്നോ അല്ല നിന്റെ കുടുംബമാണോന്നോ എന്നല്ല പറഞ്ഞ്, തന്റെ അയൽവാസി അതേത് മനുഷ്യനായാലും ഏത് ജാതി മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവർ പട്ടിണിയാണോ, നീ വയറ് നിറച്ചുണ്ണരുത്, പകുതി അവർക്കും കൊടുക്കണം എന്ന് ഇസ്ലാം കൽപ്പിക്കുമ്പോ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ശ്രീ നാരായണ ഗുരു പഠിപ്പിക്കുമ്പോ ഇതേ ആശയങ്ങൾ തന്നെയാണ് ബൈബിളിലും പഠിപ്പിക്കുന്നുള്ളത്. ഓരോ മതങ്ങളും ഇവിടെ പഠിപ്പിക്കുന്നുള്ളത് സാഹോദര്യവും സ്നേഹവുമാണ്. എന്നാൽ ഇത് ഇല്ലാതാക്കാൻ വേണ്ടി നമ്മുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും തമ്മി തല്ലിക്കാൻ വേണ്ടിയും ചില ആളുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പോക്കറ്റിൽ വെച്ചാൽ മതി എന്നേ നമുക്കിവിടെ പറയാനുള്ളൂ. നമ്മൾ എന്നും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഒരുമ്മ പെറ്റ മക്കളെ പോലെ എന്നും ഇവിടെ കഴിഞ്ഞിട്ടുള്ളൂ, അതുപോലെ ഇനിയും കഴിയുകയുള്ളൂ. നമ്മുടെ ഇടയിൽ ഒരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരാൻ പാടില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം ഒരാൾക്ക് വരുമ്പോ അവിടെ ഓടിയെത്തുന്നത് അവന്റെ പേരോ ജാതിയോ മതമോ ചോദിച്ചിട്ടല്ല, അത് ഒരു മനുഷ്യനാണ്. മനുഷ്യത്വം, സാഹോദര്യം
അതാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് തന്നെ ആയിരിക്കണം എന്നും നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ടതും. ഇതുപോലെയുള്ള കേരള സ്റ്റോറികളൊക്കെ ചുരുട്ടിക്കൂട്ടി ചവറ്റുകൊട്ടയിലേക്ക് എറിയണമെന്നാണ് എനിക്ക് എൻ്റെ ഓരോ സഹോദരങ്ങളോടും പറയാനുള്ളത്. അല്ലാഹു തആല ഇനിയും നമ്മുടെ നാടിനെ ഒത്തൊരുമയിൽ നിന്ന് ഒത്തൊരുമയിലേക്ക് തന്നെ എത്തിക്കുമാറാവട്ടെ. ഒരിക്കലും ഒരാളുടെ പ്രയത്നം കൊണ്ടും നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കാനുള്ള ഒരു വഴിയും പടച്ചോൻ കാണിക്കാതിരിക്കട്ടെ. എന്നും സൽസ്വഭാവത്തോടുകൂടി സൗഹൃദത്തോടുകൂടി ജീവിക്കുന്ന ആളുകളാക്കി നമ്മെ എല്ലാവരെയും അല്ലാഹു തആല മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.